വികസന കുതിപ്പിൽ വിഴിഞ്ഞം തുറമുഖം കേന്ദ്രമാക്കി സുസ്ഥിര ആഗോള വിതരണ ശൃംഖല സൃഷ്ടിക്കാൻ പദ്ധതി വെളിപ്പെടുത്തി ലോകത്തെ 1-ാം നമ്പർ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മേധാവികളായ മിഷേലെ അവേസയും ഗെത്യാനോ എസ്പോസിത്തോയും വിഴിഞ്ഞം വികസന കോൺക്ലേവിൽ പറഞ്ഞു. തുറമുഖത്തിന്റെ സുസ്ഥിരവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ MSC പ്രതിജ്ഞാബദ്ധമാണ്. 155 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പനിക്ക് 860 കപ്പലുകളുണ്ട്. ജനീവയാണ് ആസ്ഥാനം. കോൺക്ലേവിൽ വിഴിഞ്ഞം നാവിഗേറ്റിംഗ് ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. വിഴിഞ്ഞം തുറമുഖത്തെ ഉൽപാദനക്ഷമത തുടക്കത്തിൽ 35 MPH ആയിരുന്നത് നിലവിൽ 50 ആയിട്ടുണ്ട്. ഡിസംബറിൽ കപ്പലുകളുടെ കാത്തിരിപ്പ് സമയം ശരാശരി 9.8 മണിക്കൂറായി കുറഞ്ഞു. വിഴിഞ്ഞം ടെർമിനലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ MSCയുടെ ഇടപെടലോടെ സാധിച്ചു. 2050ഓടെ കാർബൺ ബഹിർഗമനം 0 കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രതിവർഷം 22.5 ദശലക്ഷത്തിലധികം TEU കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് MSC. ആഗോള വ്യാപാര ശൃംഖലയിൽ വിഴിഞ്ഞം തുറമുഖം സുപ്രധാന ഹബ്ബായി മാറുമെന്ന് ഉറപ്പാണെന്ന് മിഷേലെ അവേസ പറഞ്ഞു. അതേസമയം നിക്ഷേപ സാധ്യതകൾ തുറന്നിട്ട് പ്രഥമ വിഴിഞ്ഞം കോൺക്ലേവ് ഇന്ന് സമാപിക്കും. വ്യവസായ സൗഹൃദമായി മാറിയ കേരളത്തിന് വിഴിഞ്ഞം തുറമുഖം പുതിയ സാധ്യതകളാണ് തുറക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 300 പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ ആയിരുന്നു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം ആഗോള കവാടമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. വ്യവസായ മന്ത്രി P രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ മുഴുവൻ കേരളത്തിന്റെ മുന്നേറ്റത്തിന് പ്രയോജനപ്പെടുത്തുകയാണ് രാജ്യാന്തര കോൺക്ലേവിന്റെ ലക്ഷ്യം. ഉദ്ഘാടന സെഷനിൽ ശശി തരൂർ MP സംസാരിച്ചു. ചീഫ് സെക്രട്ടറി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യത്ത് മറ്റൊരിടത്തും അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് തുറമുഖമില്ല. ലോകത്ത് തന്നെ ആകെ 53 തുറമുഖങ്ങളാണ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളത്. ഏറ്റവും വലിയ മദർ വെസലുകൾക്കും അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾക്കും അനായാസം ഇവിടെ അടുക്കാം. നിലവിൽ 1 ദശലക്ഷം TEU ശേഷിയുള്ള വിഴിഞ്ഞം ഭാവിയിൽ 6.2 TEU വരെ ശേഷി വർദ്ധിപ്പിക്കും. അതോടെ ദുബായ്, കൊളംബോ തുറമുഖങ്ങളോട് കിടപിടിക്കും. ലോകത്തിലെ 15% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ വിഴിഞ്ഞം വികസിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന് ആഗോള വ്യാപാര മേഖലയിൽ വലിയ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതാണ് വിഴിഞ്ഞം. $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രവേശനത്തിന് വിഴിഞ്ഞം വഴിയൊരുക്കും. 4 വിമാനത്താവളങ്ങളിലേക്കും 2 പ്രധാന തുറമുഖങ്ങളിലേക്കും 17 ചെറിയ തുറമുഖങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റി വിഴിഞ്ഞത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. വിഴിഞ്ഞം ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിന്റെ ഉൽപാദനക്ഷമത പരമാവധി ശേഷിയിലെത്തിച്ച് ആഗോള മാർക്കറ്റിംഗിലേക്കുള്ള വഴി തുറക്കും. ഇലക്ട്രോണിക്, എഞ്ചിനീയറിംഗ്, ഭക്ഷ്യോൽപാദനം, ഹരിത ഹൈഡ്രജൻ, ഹരിത അമോണിയ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപകർക്ക് ലോജിസ്റ്റിക് പാർക്കിൽ വലിയ സാധ്യതകളുണ്ട്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ നിക്ഷേപകർക്ക് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്ക് വികസനം എത്തിക്കുന്നതോടെ കേരളം ആഗോള വ്യാവസായിക ഹബ്ബായി മാറും. വിഴിഞ്ഞം തുറമുഖം പാരിസ്ഥിതിക സൗഹാർദ്ദ സുസ്ഥിര വികസനത്തിന് ഉത്തമ മാതൃകയായി മാറുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.